എംപ്ലോയ്മെന്റ് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നതിനനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജോലി ഇല്ലാത്ത ഒരു സമൂഹം കേരളത്തിലാണ്. സത്യമാണ്. നമ്മുടെ ചുറ്റിനും ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഒരു ചെറിയൊരു കാൽക്കുലേഷൻ എടുത്തപ്പം നല്ലൊരു ശതമാനം 25-30 വയസ്സിന് അറൗണ്ടുള്ള ആൾക്കാരിൽ ജോലി ഇല്ലാത്ത നമ്മളാണ്. അത് മാത്രമല്ല, ഈ കുട്ടികൾ, കോളേജിൽ പോകുന്ന കുട്ടികൾ ഇന്നും ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ പേരൻസിനെയാണ്. എന്തൊരു വൃത്തികെട്ട സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ഈ കാലത്ത് കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ പുറത്താണ് പഠിച്ചത്. ആ സമയത്ത് ഞാൻ എൻ്റെ പോക്കറ്റ് മണി അല്ലെങ്കിൽ എനിക്ക് ഒരു വർഷത്തെ ഫീസ് അടയ്ക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ക്യാഷ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചാണ്. അപ്പോൾ ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ അതിന് ശേഷവും നമ്മുടെ ഒരിക്കലും പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യരുത് കോളേജ് ടൈം കഴിഞ്ഞാൽ. അതാണ് ഏറ്റവും വലിയ ഒരു പാഠം നമ്മൾ പിള്ളേരെ പഠിപ്പിക്കേണ്ട. ഇന്നും ടോട്ടലി പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഡിഗ്രിയും മാസ്റ്റേഴ്സ് ഡിഗ്രിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേരുണ്ട്. അത് മാറണം. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് ഏറ്റവും വലിയ പ്രഷർ, നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമിൽ ഞാനൊരു സ്ഥലത്ത് ജോലി സമയത്ത് മെഡിസിനിൽ ജെആറായിട്ട് കയറുന്ന സമയത്ത് എൻ്റെ കൂടെ കയറിയ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജീവിതത്തിൽ ഒരിക്കലും ജോലി എന്നൊരു സംഭവമേ കണ്ടിട്ടില്ല. ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനൊക്കെ ശരിക്കും നമ്മളൊരു കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ട് ഒരു ജെആറിലോട്ട് കയറുന്നത്. അപ്പം ആ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന വഴക്കുകൾ, ഈ കാര്യങ്ങളെന്ന് പറയുന്ന ജീവിതത്തിൽ നമ്മൾ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് സഹിക്കാനുള്ളൊരു മനസ്സ് വേണം. ആ മനസ്സ് വേണമെങ്കിൽ എവിടെ നിന്ന് പ്രയറായിട്ട് നമുക്കത് കിട്ടണം. പ്രയറായിട്ട് കിട്ടണമെങ്കിൽ ആ എക്സ്പീരിയൻസ് വേണമെങ്കിൽ പാർട്ട് ടൈം ജോബ്സ്, ഈവനിങ് ജോബ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അത് പോയി കണ്ടുപിടിച്ച് ചെയ്യുക, അതിൻ്റെ കൂടെ പഠനം നടത്തുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സെർട്ടൺ ലെവൽ വരെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ വർക്ക് പ്രഷർ കുറയ്ക്കാൻ പറ്റും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പല സമയത്ത്. പക്ഷേ നമ്മുടെ മണ്ടയിൽ ഒരാൾ വന്ന് അനാവശ്യമായിട്ട് ഒരു അധികാരം കാണിക്കുകയാണെങ്കിൽ തിരിച്ച് സംസാരിക്കുക തന്നെ വേണം. അതിൽ ഒരു തരത്തിലുള്ള ടോളറൻസും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അത്തരം കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഒരു പാർട്ട് ടൈം ജോബിന് പോകുമ്പോഴാണ്. അപ്പോൾ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി കാണും. നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് വരുമ്പോൾ നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ക്യാഷിൻ്റെ വാല്യൂ മനസ്സിലാവും. അപ്പോൾ പല കുട്ടികളും നമുക്കറിയാം ഐഫോണിന് വേണ്ടി ചോദിക്കുന്നവരുണ്ട് പേരൻസിനോട്, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അവരുടെ ശരിക്കും മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഇതിൻ്റെ ശരിക്കും വാല്യൂ അറിയത്തില്ല, അവരുണ്ടാക്കുന്ന ക്യാഷിൻ്റെ. അപ്പോൾ ആ ബുദ്ധിമുട്ട്, ഓരോ രൂപയ്ക്കും ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അതൊക്കെ അവർ മനസ്സിലാക്കണമെങ്കിൽ നമ്മളത് അവർ ജോലി ചെയ്ത് അവരൊരു ഏണിങ് ഉണ്ടാക്കിയെടുക്കണം. അപ്പം മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും. സോ അങ്ങനെ തന്നെയാണ് ശരിക്കും കുട്ടികളെ വളർത്തേണ്ടത്. അപ്പോൾ കുട്ടികളെ വളർത്തുന്ന ഞാൻ എന്തുകൊണ്ട് ഈ അൺഎംപ്ലോയ്മെൻറ്റ് ഈ രീതിയിൽ എടുക്കുന്നു എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഒരു സിസ്റ്റത്തിന് നമ്മളിങ്ങനെ കുറവ് പറയുമ്പോൾ, അല്ലെങ്കിൽ സിസ്റ്റമാണ് കുഴപ്പം, ഇവിടുത്തെ ഗവൺമെൻറ് ആണ് കുഴപ്പം, അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് ഓപ്പർച്യൂണിറ്റി തരുന്നില്ല, ഗവൺമെൻറ് ജോലി ഉണ്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ നമ്മൾ പറയേണ്ട നമുക്കൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇതിനെ ബിൽഡ് ചെയ്തെടുക്കാൻ. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ചൈനയിൽ ജാക്മ എന്ന് പറഞ്ഞൊരു ബിസിനസ് മാഗ്നറ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരു ഇന്ത്യയിൽ അംബാനി, എന്തിനാ ഇപ്പോൾ ചൈന വരെ പോകണം, ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ വരെ പറയാവുന്നേ ഉള്ളൂ. അംബാനി വന്നു. അംബാനി വന്ന ശേഷം അദാനി പറയാം. അംബാനി എന്ന് വെച്ചാൽ ഒരു ഫാമിലി ആയിട്ട് ബിസിനസ് ചെയ്ത ആളാണ്. അദാനി എന്ന് പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് മുംബൈയിലെ തെരുവുകളിൽ വളർന്നു വന്ന ഒരു മനുഷ്യനാണ്. ഇന്ന് അദ്ദേഹം വേൾഡിലെ തന്നെ ടോപ്പ് റിച്ചസ്റ്റ് പേഴ്സണിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ആ കാലിബർ കൊണ്ടാണ്. അദ്ദേഹം സിസ്റ്റത്തിനെ എന്നും രാവിലെ നോക്കി, നിങ്ങൾ സിസ്റ്റം ശരിയല്ല, ഇത് മാറണം, അത് മാറണം എന്നല്ല ചെയ്തത്. അദ്ദേഹം സ്വയം മാറി, അദ്ദേഹം ഒരു ലെവലിലെത്തി, അദ്ദേഹമാണ് ക്രിയേറ്റ് ചെയ്തത് സിസ്റ്റം. അപ്പം ആ രീതിയിലുള്ള മെൻറ്റാലിറ്റി നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ പലരും ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതെന്ന് പറയുന്നത്, എനിക്ക് പേഴ്സണലി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായ മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആരൊക്കെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് എന്ന രീതിയിലാണ് ഞാൻ. പക്ഷേ ക്യാഷിന് വേണ്ടി യൂട്യൂബിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, പ്രൊഫഷനാക്കി എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ അല്ലെങ്കിൽ എക്സ് തുടങ്ങിയ കമ്പനികൾ ആരുടേതാണ്? യൂറോപ്പിൻ്റെയാണ്. ആ യൂറോപ്യൻകാരൻ മെജോറിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്ന? ഇന്ത്യൻസിന്. എന്തുകൊണ്ടാണ്? നമ്മുടെ പോപ്പുലേഷൻ എബൌട്ട് 70-80% നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവരാണ്. അപ്പം അവരുടെ മാർക്കറ്റിംഗ് മൊത്തം നമ്മുടെ മണ്ടയ്ക്കാണ്. മനസ്സിലായോ? എന്ന് നമുക്ക് എന്തുകൊണ്ട് സ്വന്തമായിട്ടൊരു യൂട്യൂബോ ഫേസ്ബുക്കോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല? നമുക്കിവിടെ IIT-യിലെ സ്റ്റുഡൻസ് ഉണ്ട്, IIT-യിലെ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. എന്തുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ടൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഈ യൂട്യൂബോ ഫേസ്ബുക്കും കണക്ക്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ 2013 എൻ്റെ അടുത്ത് ഒരു അയർലാൻഡിലെ ഒരു IT പ്രൊഫഷണൽ പറഞ്ഞാണ് ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ. ഞാൻ ആലോചിച്ചാണ്, അദ്ദേഹം ഒരു 10-12 വർഷം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് ആലോചിക്കുമ്പോൾ ഞെട്ടുകയാണ്. കാരണം അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യ എന്ന് പറയുന്നത്, നിങ്ങളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര
ബെനിഫിറ്റാണ് എല്ലാ കാര്യത്തിനും. അതിപ്പം ഇപ്പോൾ എന്തുകൊണ്ടാണ് ചൈനയിൽ നിന്ന് മിക്ക ഫാക്ടറി ഇന്ത്യയോട്ട് വരുന്നത്? നമുക്കിവിടെ വർക്ക് ഫോഴ്സ് ഉണ്ട്, എന്ന് വെച്ചാൽ വർക്ക് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെ മാക്സിമം യൂസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഈ പറഞ്ഞ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ ഏറ്റവും കൂടുതൽ ഓടുന്നത് നിങ്ങളുടെ ചിലവിലാണ്. കാരണം ഇദ്ദേഹം IT ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് അറിയാം എത്രത്തോളമാണ് അതിൻ്റെ ഒരു സോഷ്യൽ മീഡിയ യൂസേഴ്സ് ഓരോ കൺട്രി വെച്ച് നോക്കുമ്പോൾ. അപ്പം നമ്മുടെ രാജ്യം ഇതിനൊക്കെ ഉതകുന്ന ഒരു ടൈപ്പാണ്. പക്ഷെ നമുക്ക് ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളിൽ ആ ഒരു മെൻറ്റാലിറ്റി ഇല്ല. നമ്മളിപ്പോഴും വേറെ ഒരാളുടെ കീഴിൽ നിൽക്കുക, ആ രീതിയിലുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്കുള്ളത്. അത് മാറണം. അത് മാറി നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്ന ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് മാറും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയുന്ന യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ. നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ സോഷ്യൽ മീഡിയ ഇല്ല. ഇപ്പോൾ മലയാളത്തിൽ ഒരു അരി എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ഹിന്ദിയിൽ എനിക്കൊന്ന് ഹലോയോ ഭാരതം എന്നോണ്ട് എന്തോ ഒരെണ്ണം തുടങ്ങിയായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. പക്ഷെ അതൊക്കെ ക്ലിക്കായില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത്, നമുക്ക് സ്വന്തമായിട്ടൊരു ആപ്പ്, വാട്സപ്പ് കണക്ക് നമുക്ക് ഇന്ത്യക്കാർക്ക് ചാറ്റ് ചെയ്യാനൊരു സംഭവം, ഇന്ത്യക്കാർക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ, ലൈവ് സ്ട്രീമിന് വേണ്ടി ഒരു അതേ കണക്ക് സോഷ്യൽ മീഡിയ ആപ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മാർക്കറ്റിനെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അതിനുള്ള ഇൻവെസ്റ്റ് ചെയ്യാനോ അതിനുള്ള റിസ്ക് എടുക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ മെയിൻ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സോ ഓവറാൾ എന്തുകൊണ്ട് കേരളത്തിലെ അൺഎംപ്ലോയ്മെൻറ്റ് ഇത്രയും കൂടി നിൽക്കുന്നു എന്ന് പറയുന്നത് മെയിൻ കാരണം എന്ന് പറയുന്നത് നല്ലൊരു ശതമാനവും ഇപ്പം ആൾക്കാർ ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ലാതെ പുറത്ത് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കും. മേ ബി അതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ല ശതമാനം, എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സ് തന്നെ നല്ല ശതമാനം കേരളത്തിൽ നിൽക്കാനോ കേരളത്തിൽ ജോലി ചെയ്യാനോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ എൻ്റെ അടുത്തൊരു ഭാഗത്തൊരു കപ്പിളുണ്ട്. അവർ രണ്ടുപേരും ഇപ്പോൾ ഹരിയാനയിലാണ് ജോലി ചെയ്യുന്നത്. മെഡിസിൻ എടുത്തത് കേരളത്തിൽ നിന്നും ഇപ്പം വർക്ക് ചെയ്യുന്നത് ഹരിയാനയിലാണ്. കപ്പിളായിട്ടാണ് ഹരിയാനയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ശമ്പളമാണ്. കേരളത്തിലെ ശമ്പളം വളരെ കുറവാണ് കമ്പയർ ടു ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിലെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. കേരളവും തമിഴ്നാടെന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. വളരെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന 2 സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് കേരളവും തമിഴ്നാടും. കർണാടകയും കുറച്ച് ഉണ്ടെന്ന് പറയാം. ബാക്കി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം ഡൽഹി, മഹാരാഷ്ട്ര, അല്ലെങ്കിൽ മധ്യപ്രദേശ്, അല്ലെങ്കിൽ രാജസ്ഥാൻ, അല്ലെങ്കിൽ UP, ഉത്തരാഖണ്ഡ്, ബീഹാർ, വെസ്റ്റ് ബംഗാളൊക്കെ പോയി കഴിഞ്ഞാൽ സേഫ്റ്റി ഒരു ഇഷ്യൂ ആണെങ്കിൽ കൂടി ഈ പറയുന്ന നമുക്ക് കിട്ടുന്ന സ്റ്റൈഫൻഡ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്റ്റൈഫൻഡ് കിട്ടും. ഒരു ഡോക്ടറിന് കിട്ടേണ്ട ഒരു